നമ്മുടെ ഭൂമിയിൽ നാശം വിതയ്ക്കുന്ന പല ദുരന്തങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊടുങ്കാറ്റുകൾ. കൊടുങ്കാറ്റുകളിൽ നിന്നും രക്ഷപ്പെടാൻ മനുഷ്യൻ പല രീതിയിലുള്ള സംവിധാനങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ കൊടുങ്കാറ്റുകളെ എങ്ങനെ തടയാം എന്ന കാര്യത്തിൽ മനുഷ്യൻ ഇന്നും വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ആളുകൾ ചേർന്നിട്ട് കൊടുങ്കാറ്റുകളെ പിടിച്ചുകെട്ടാൻ പോകുന്ന കഥയാണ്. 1996 റിലീസ് ചെയ്ത ട്വിസ്റ്റർ, അതാണ് ഈ സിനിമയുടെ പേര്. ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ കഥയുടെ ആരംഭം 1969 ഒക്ലഹോമയിലാണ്. അവിടെ ഒരു ഫാമിലാണ് സംഭവം നടക്കുന്നത്. ഒരു വലിയ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാശമുണ്ടാക്കുന്ന തരത്തിലുള്ളത്. ആ കൊടുങ്കാറ്റിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു FY ടൊർണാഡോ ആണ്. അത് അവിടെ ഇങ്ങനെ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പെട്ടിരിക്കുകയാണ് ജോയും അവളുടെ ഫാമിലിയും. അവർക്കിപ്പോൾ ഇനി വീട്ടിൽ നിൽക്കാൻ സാധിക്കത്തില്ല. കാരണം ആ കൊടുങ്കാറ്റ് തീർച്ചയായിട്ടും അവരുടെ വീട് നശിപ്പിച്ചു കളയും. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഷെൽട്ടറിലേക്ക് മാറണം. സാധാരണ കൊടുങ്കാറ്റടിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അതിൽ നിന്നും രക്ഷപ്പെടാൻ എല്ലാ വീട്ടിലും ഒരു അണ്ടർഗ്രൗണ്ട് ഷെൽട്ടർ ഉണ്ടാവും. അവിടേക്കാണ് ജോയ് അവളുടെ ഫാമിലിയും ഓടി ചെല്ലുന്നത്. അങ്ങനെ അതിനകത്ത് കയറി അവർ വാതിൽ അടയ്ക്കുമെങ്കിലും ആ ശക്തമായ കൊടുങ്കാറ്റിൽപ്പെട്ട് ആ വാതിൽ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന ജോയുടെ അച്ഛൻ വേഗം ചെന്ന് ആ വാതിൽ വലിച്ചു പിടിക്കാൻ തുടങ്ങി. പക്ഷെ അയാളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ലായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ കൊടുങ്കാറ്റ് ആ വാതിലും തകർത്തുകൊണ്ട് പോകുന്നു. ആ വാതിലിന്റെ കൂടെ അവളുടെ അച്ഛനും പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഉറക്കെ കരയാൻ മാത്രമേ അവൾക്കും അവളുടെ അമ്മയ്ക്കും സാധിക്കുന്നുള്ളൂ. അങ്ങനെ 27 വർഷങ്ങൾ കഴിഞ്ഞു. ജോ ഇപ്പോൾ ഒരു മെറ്റീരിയോളജിസ്റ്റ് ആണ്. ഈ മെറ്റീരിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ജോ പഠിക്കുന്നത് കൊടുങ്കാറ്റുകളെ കുറിച്ചിട്ടാണ്. അവൾ അതിൽ ഒബ്സസ്ഡ് ആയി എന്ന് തന്നെ പറയാം. അവൾക്കൊരു ടീമുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് ഒരു കൊടുങ്കാറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോയി അതിനെക്കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവളും കൂട്ടരും. ഈ സമയത്താണ് ജോയുടെ ഭർത്താവായ ബിൽ അങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ അവളുടെ ഭർത്താവല്ല, അവർ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ട്. അയാൾ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായിട്ടാണ് ജോയുടെ അടുത്തേക്ക് വരുന്നത്. ആ പെൺകുട്ടിയുടെ പേര് മെലീസ എന്നാണ്. അവരങ്ങോട്ട് വരുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോ ഇതുവരെയായിട്ടും ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അത് നേരിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അയാൾ അർജന്റായിട്ട് ജോയും തിരക്കി വന്നിരിക്കുന്നത്. പക്ഷെ അയാൾക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ജോ ഇതുവരെയായിട്ടും ആ ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് കൊടുക്കാത്തതിന് ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോ ഇപ്പോൾ ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേര് ഡൊറോത്തി എന്നാണ്. ആ ഡിവൈസിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുങ്കാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. അതിനകത്ത് ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. ആ സെൻസേഴ്സ് ആണ് ഈ കൊടുങ്കാറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഡിവൈസ് ഒരു സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പേ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ അതിന്റെ മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് അവൾ ആ ഡിവൈസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പക്ഷെ എല്ലാ മെഷർമെന്റും കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഡൊറോത്തി എന്ന് പറയുന്ന മെഷീൻ ഒരു കൊടുങ്കാറ്റിന്റെ അകത്ത് കൊണ്ടുവയ്ക്കണം. അതാണ് അവർക്കുള്ള ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാർട്ട്. അവൾ എന്തിനാണത് ബില്ലിനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഷീന്റെ ഒരു ഐഡിയ കൊടുത്തത് ബില്ലാണ്. അയാൾ അവളുടെ ടീമിൽ വർക്ക് ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പോൾ അയാൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. അയാളുടെ ഒരു സ്വപ്നമായിരുന്നു ആ മെഷീൻ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കി അയാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡിവോഴ്സ് പേപ്പറിന്റെ കാര്യം അവൾ ഇത്രയും വൈകിച്ചത്. കാരണം അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ അവളെ ഉപേക്ഷിച്ചിട്ട് പോകും എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ആ മെഷീന്റെ കാര്യങ്ങളൊക്കെ അവൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവൾ അത് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ വളരെ അത്ഭുതത്തിലാണ് ബിൽ. ഈ സമയത്താണ് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ചുഴലിക്കാറ്റ് അടിക്കുന്നുണ്ട് എന്ന വിവരം അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും അങ്ങോട്ട് പുറപ്പെടുന്നു. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഇതുവരെയായിട്ടും ആ ഡിവോഴ്സ് പേപ്പറിൽ ജോ ഒപ്പിട്ടിട്ടില്ല എന്ന കാര്യം ബിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളും മെലീസയും വേഗം തന്നെ അവളുടെ പുറകെ പോകുന്നു. അങ്ങനെ അവരുടെ ആ യാത്രക്കിടയിൽ മറ്റൊരു ടീമും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അതിനെ ലീഡ് ചെയ്യുന്നത് ജോനാസ് എന്ന് പറയുന്ന ഒരാളാണ്. ഇയാളും ജോയുടെ ടീമിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അയാൾ ഇപ്പോൾ മറ്റൊരു ടീമിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ആ ടീം എന്ന് പറയുന്നത് വലിയ വലിയ മുതലാളിമാരാണ്. ജോയുടെയും കൂട്ടരുടെയും കയ്യിലില്ലാത്ത ഒരുപാട് എക്യുപ്മെന്റ്സും അവർ ജോനാസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ ജോനാസും ഡൊറോത്തിയുടെ ആ മാതൃക കോപ്പി അടിച്ച് മറ്റൊരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയും കൂട്ടരും ആദ്യത്തെ ക്രെഡിറ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ആ ക്രെഡിറ്റ് തട്ടിയെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് അവനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ആ കൊടുങ്കാറ്റുണ്ടായ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദിവസത്തേക്ക് ഡൊറോത്തിയെ ചെക്ക് ചെയ്യാൻ വേണ്ടി ബില്ലും അവരുടെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ കുറെ വണ്ടി ഓടിച്ച് ബില്ലും ജോയും ആ കൊടുങ്കാറ്റിന്റെ തൊട്ടടുത്തെത്താനായി. ആ കൊടുങ്കാറ്റാണെങ്കിൽ വളരെ ശക്തിയോടെ അവരുടെ ആ ട്രക്കിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജോ വേഗം തന്നെ ഡൊറോത്തിയെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ബില്ല് അതിന് സമ്മതിക്കുന്നില്ല. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ കൊടുങ്കാറ്റ് അവരെയും കൊണ്ടുപോകും എന്നാണ് അയാൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ വേഗം തന്നെ അവളെയും പിടിച്ച് അവിടെയുള്ള ഒരു പാലത്തിന്റെ താഴേക്ക് പോയിരിക്കുന്നു. ഈ സമയം ആ കൊടുങ്കാറ്റ് ശക്തിയോടെ വന്ന് അവർ കൊണ്ടുവന്ന ആ ട്രക്കിനെയും വലിച്ചോണ്ട് പോകുന്നു. അവർ നോക്കുമ്പോൾ ആ ട്രക്ക് തകർന്ന് താഴേക്ക് വീഴുന്നാണ് കാണുന്നത്. അതിൽപ്പെട്ട് ആ ഡൊറോത്തി എന്ന് പറയുന്ന മെഷീൻ പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നു. പക്ഷെ അവർ ഒരു മെഷീൻ അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ മൊത്തത്തിൽ 4 മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും 3 അവരുടെ കയ്യിൽ ബാക്കിയുണ്ട്. ഈ സംഭവങ്ങളൊക്കെ കണ്ട് അവർക്കൊരു പ്രശ്നം തോന്നുന്നില്ല. പക്ഷെ മെലീസയ്ക്ക് അതൊക്കെ കണ്ട് അത്ഭുതമാണെന്ന് തോന്നുന്നത്. അങ്ങനെ അവർക്ക് വീണ്ടും അടുത്ത കൊടുങ്കാറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നൊരു മെസ്സേജ് കൂടെ കിട്ടുന്നു. അത് കണ്ട ഉടനെ തന്നെ
തന്നെ ഇത്തവണ ബില്ലിന്റെ ട്രക്കിലാണ് ജോ പോകുന്നത്. അവരുടെ കൂടെ മെലീസയും ഉണ്ട്. അങ്ങനെ വളരെ വേഗത്തിൽ അവർ ആ ടൊർണാഡോ ഉണ്ടായ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി അവർ ജോനാസിനെയും ടീമിനെയും കാണുന്നുണ്ട്. അവരാണെങ്കിൽ അവരുടെ സാറ്റലൈറ്റ് കാണിച്ച വഴിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ പോയി ഒരിടത്തെത്തുമ്പോൾ പെട്ടെന്ന് ബില്ല് വണ്ടി നിർത്തുന്നു. അതിനുശേഷം അയാൾ റിവേഴ്സ് എടുക്കാൻ തുടങ്ങി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചുഴലിക്കാറ്റിന്റെ ദിശ അനുസരിച്ച് അതിന്റെ പാത്ത് മാറാൻ സാധ്യതയുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ പ്രഡിക്ഷൻ വഴി അയാൾ മറ്റൊരു വഴിക്കാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ അയാൾ ആ റൂട്ട് വഴി കുറെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അയാളുടെ പ്രഡിക്ഷൻ ശരിയായിരുന്നു. ആ ചുഴലിക്കാറ്റിന്റെ ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ വെള്ളത്തിന്റെ 2 ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളാൻ തുടങ്ങി. അതിന് നേരെയാണ് അവരിപ്പോൾ വണ്ടിയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ അടുത്തെത്തുമ്പോഴേക്കും ആ 2 ചുഴലിക്കാറ്റുകളും അവരുടെ വണ്ടിയുടെ നേർക്ക് വരുന്നു. അതിനുശേഷം അവരുടെ വണ്ടി വട്ടം കറക്കാൻ തുടങ്ങി. കുറെ നേരം കറക്കിയതിനു ശേഷം പെട്ടെന്ന് ആ ചുഴലിക്കാറ്റ് അപ്രത്യക്ഷമാവുന്നു. അതൊക്കെ കണ്ട് ബില്ലിനും ജോയ്ക്കും ഒരു പേടിയും തോന്നുന്നില്ല. കാരണം അവർ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മെലീസയുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. അവൾ ശരിക്കും ഒരു ഷോക്കേറ്റ പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബില്ല് വേഗം ചെന്ന് അവളെ സമാധാനിപ്പിക്കുന്നു. ഈ ഒരു സമയമാകുമ്പോഴേക്കും അവർക്ക് ശരിക്കും വിശക്കാൻ തുടങ്ങിയിരുന്നു. സാധാരണയായിട്ട് അവർക്ക് വിശന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ ചെല്ലാറുള്ളത് ജോയുടെ ആന്റിയായ മെഗിന്റെ വീട്ടിലേക്കാണ്. അവിടെ ഏത് സമയം അവർക്ക് എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും നേരെ മെഗിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിൽ ജോ കുളിക്കാൻ പോയിരിക്കുകയാണ്. അവൾ വരുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് കുട്ടിക്കാലത്തുണ്ടായ അപകടത്തെക്കുറിച്ചൊക്കെ ബിൽ മെലീസയോട് പറയുന്നുണ്ട്. വളരെ വിഷമത്തോടെ അതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് മെലീസ. അങ്ങനെ ജോ കുളിയെല്ലാം കഴിഞ്ഞു വരുമ്പോൾ അവളുടെ ആന്റി അവളോട് സംസാരിക്കാൻ തുടങ്ങി. നീയും ബില്ലും പിരിഞ്ഞിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും സ്നേഹമുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ട് തുറന്നു പറഞ്ഞൂടെ? എന്തിനാണ് ഇങ്ങനെ പിരിഞ്ഞു താമസിക്കുന്നത് എന്നൊക്കെ മെഗ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് മറുപടിയായിട്ട് ജോ ഒന്നും തന്നെ പറയുന്നില്ല. ഈ സമയത്താണ് പുതിയൊരു ചുഴലിക്കാറ്റ് കൂടെ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർക്ക് മെസ്സേജ് വരുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവരെല്ലാവരും ആ സ്ഥലത്തേക്ക് പുറപ്പെടാൻ തുടങ്ങി. ഇത്തവണ ജോയും ബില്ലും മാത്രമാണ് ഒരു ട്രക്കിലുള്ളത്. മെലീസയെ അവരിപ്പോൾ മറ്റൊരു വണ്ടിയിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ കുറെ പോയി ഒരിടത്തെത്തുമ്പോൾ പെട്ടെന്ന് ആലിപ്പഴം വീഴാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ആ ചുഴലിക്കാറ്റ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്ന് അവർക്ക് മനസ്സിലായി. അവർ വേഗം തന്നെ ആ റൂട്ടിന് തന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങി. ആ ചുഴലിക്കാറ്റ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതായതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ബിൽ വേഗം ചെന്ന് ആ ദൊറോത്തിയെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബില്ലിന് ഒറ്റയ്ക്ക് അത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് മനസ്സിലാക്കുന്ന ജോ ഉടനെ തന്നെ വണ്ടി നിർത്തി അവളും അയാളെ സഹായിക്കാൻ വേണ്ടി ചെല്ലുന്നു. പെട്ടെന്ന് ആ ചുഴലിക്കാറ്റ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അതിൽപ്പെട്ട് അവിടെയുള്ള ലൈൻ കമ്പികളൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ദൊറോത്തിയെ സെറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അവർ രണ്ടുപേരും. പെട്ടെന്ന് ഒരു പോസ്റ്റ് മറിഞ്ഞ് അവരുടെ ട്രക്കിന്റെ മുകളിലേക്ക് വീഴുന്നു. അതോടൊപ്പം തന്നെ ആ ദൊറോത്തി എന്ന് പറയുന്ന മെഷീനും താഴേക്ക് വീഴുന്നു. അതിനകത്തുള്ള സെൻസേഴ്സ് ഒക്കെ വെളിയിലോട്ട് ചിതറി പോയിട്ടുണ്ട്. അത് കാണുന്ന ജോ ആണെങ്കിൽ ആ സെൻസേഴ്സ് ഒക്കെ പെറുക്കിയെടുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ചുഴലിക്കാറ്റ് അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. പക്ഷെ അത് ഇനിയും വരും എന്ന് ബില്ലിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ജോയെ പിടിച്ചു വലിച്ച് ആ വണ്ടിക്കകത്തേക്ക് തന്നെ കയറ്റുന്നു. പെട്ടെന്ന് ആ ചുഴലിക്കാറ്റ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അത് കണ്ട ഉടനെ തന്നെ അയാൾ റിവേഴ്സ് പോകാൻ തുടങ്ങി. ജോ ആണെങ്കിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ മെഷീൻ റീസെറ്റ് ചെയ്യണം എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബില്ല് അതൊന്നും കേൾക്കുന്നില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അപകടമാണ് എന്ന് അയാൾക്ക് അറിയാം. അങ്ങനെ അയാൾ കുറെ പുറകിലെത്തുമ്പോൾ ജോ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്നു. അപ്പോഴേക്കും ആ ചുഴലിക്കാറ്റൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട്. അവളാണെങ്കിൽ വീണ്ടും ആ സെൻസേഴ്സ് ഒക്കെ പെറുക്കിയെടുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയം ബിൽ വളരെ ദേഷ്യപ്പെട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി. നിനക്കിതെന്താ പ്രാന്താണോ? ഈ ചുഴലിക്കാറ്റിന് അത്ര കറക്റ്റ് ആയിട്ടൊന്നും നിനക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എനിക്കറിയാം നിന്റെ അച്ഛന്റെ മരണത്തിന് കാരണം ഇതുപോലെ ഒരു ചുഴലിക്കാറ്റാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അതിനോട് നിനക്ക് ഇത്ര പ്രാന്തും. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, നീ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നിന്റെ അച്ഛൻ തിരിച്ചു വരാൻ പോകുന്നില്ല. അദ്ദേഹം മരിച്ചുപോയി. അത് നീ നിന്റെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കിയേ പറ്റൂ. മാത്രമല്ല നിന്നെ സ്നേഹിക്കുന്ന വേറെയും പല ആളുകളും നിന്റെ കൂടെ തന്നെയുണ്ട് എന്നൊക്കെ അയാൾ വളരെ സങ്കടത്തോടെ പറയുന്നു. ഇതേ സമയം തന്നെ അവരുടെ ഈ സംസാരമെല്ലാം ഒരു റേഡിയോയിലൂടെ കേട്ടുകൊണ്ട് നിൽക്കാണ് മെലീസ. അയാളുടെ ആ സംസാരത്തിൽ അയാൾക്ക് ഇപ്പോഴും ജോയെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിഷമിച്ചാണ് അവൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ സമയം രാത്രി അവരെല്ലാവരും ചേർന്ന് വണ്ടിയുടെ തകരാറുകളൊക്കെ മാറ്റാൻ വേണ്ടി ഒരു വർക്ക്ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ജോ ഇപ്പോൾ ആ ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അത് ബില്ലിന് കൊടുക്കണം എന്നാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമയത്താണ് ഒരു കൊടുങ്കാറ്റടിക്കുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ അവർ അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളോടെല്ലാം എത്രയും പെട്ടെന്ന് ഗ്യാരേജിലേക്ക് പോകാൻ അവർ വിളിച്ചു പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ഇപ്പോൾ ആ ഗ്യാരേജിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ചുഴലിക്കാറ്റ് അവിടെ വീശാൻ തുടങ്ങിയത്. അത് അവിടെ മൊത്തത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവരിപ്പോൾ നിന്നിരിക്കുന്ന ഗ്യാരേജിന്റെ മേൽക്കൂര മൊത്തം അത് തകർത്ത് കളയുന്നു. അവിടെയുള്ള വണ്ടികളെല്ലാം അതിന്റെ മുകളിലേക്ക് വന്ന് വീണിരിക്കുകയാണ്. പക്ഷെ അവർ താഴെ പതുങ്ങിയിരുന്നുകൊണ്ട് തന്നെ അവർക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോൾ ആ ചുഴലിക്കാറ്റെല്ലാം അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് പോയിട്ടില്ല. വക്കീട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ആ ചുഴലിക്കാറ്റ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഈ വക്കീട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോയുടെ ആന്റിയായ മെഗ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അങ്ങോട്ട് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. ഈ സമയം ബിൽ നേരെ മെലീസയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം നീ വേഗം തന്നെ ഹോട്ടൽ റൂമിലേക്ക് പോകാൻ നോക്ക്, ഞാൻ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയിട്ട് അങ്ങോട്ട് വരാമെന്ന്
വരാമെന്ന് പറയുന്നു. അതേക്കുന്ന മെലീസ സംസാരിക്കാൻ തുടങ്ങി. ഇനി നിങ്ങൾ വരേണ്ട ആവശ്യമില്ല ബിൽ, ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ചേർന്നവളല്ല, നിങ്ങൾക്ക് ചേർന്നത് ജോ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ അവളുടെ കൂടെ നിന്നാ മതി. ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു വിഷമവും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്ന് പോകുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ബില്ലിന് ശരിക്കും വിഷമമാവുന്നുണ്ട്. എങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അയാൾ വേഗം തന്നെ ജോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് അവളുടെ ആന്റിയുടെ വീടിന്റെ അടുത്തെത്തി. അവർ നോക്കുമ്പോൾ അവിടെ പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. അവളുടെ ആന്റിയുടെ വീടും ഇടിഞ്ഞു പൊളിഞ്ഞു വീണോണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ അവർ വേഗം തന്നെ അതിന്റെ അകത്തേക്ക് ചെല്ലുന്നു. അവളുടെ ആന്റിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, ചെറിയ രീതിയിൽ മുറിവുകൾ പറ്റിയിട്ടുണ്ട് എന്നല്ലാതെ മറ്റൊരു പ്രശ്നം അവർക്കില്ല. അവരെല്ലാവരും ചേർന്ന് വേഗം തന്നെ അവളുടെ ആന്റിയെ പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ അവരെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ ആ വീട് പൂർണ്ണമായിട്ടും തകർന്നു വീഴുന്നു. അതൊക്കെ കണ്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. അവളുടെ ആന്റിയുടെ മുറിവെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട്. ജോ ആണെങ്കിൽ വളരെ സങ്കടത്തോടെ അവരുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഈ സമയം അവിടെ ന്യൂസ് കേൾക്കുന്നുണ്ട്. നാളെ രാവിലെ തന്നെ വളരെ വലിയൊരു ടൊർണാഡോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ആ ന്യൂസിൽ പറയുന്നത്. അതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് ബിൽ. ഈ സമയം ജോ വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. വളരെ വിഷമത്തോടെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൾ. ഈ സമയത്താണ് അവളുടെ ആന്റിയുടെ വീട്ടിന്റെ മുമ്പിലെ ഒരു സാധനം അവൾ ശ്രദ്ധിക്കുന്നത്. കാറ്റിന്റെ ദിശ അറിയാൻ വേണ്ടി ഒരു ഡിവൈസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസ് ആണത്. അത് കാണുമ്പോൾ പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ തോന്നുന്നു. അവൾ ബില്ലിനോട് സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ ദൊറോത്തിക്ക് ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, അതെങ്ങനെ പരിഹരിക്കണം എന്നെനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവൾ വേഗം അവളുടെ വണ്ടിക്കകത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഇപ്പോൾ ആ ചുഴലിക്കാറ്റും തേടിയുള്ള യാത്രയിലാണ്. ജോയുടെ നിർദ്ദേശപ്രകാരം അവർ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് അലുമിനിയം ക്യാൻ കട്ട് ചെയ്ത് ഒരു ചെറിയ ഫാൻ ഉണ്ടാക്കണം. അതിനുശേഷം ആ ഫാൻ എടുത്ത് ദൊറോത്തിയുടെ ആ സെൻസേഴ്സിന്റെ മുകളിൽ ഘടിപ്പിക്കണം. അങ്ങനെ ചെയ്യാനാണ് ജോ അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവർ കുറെ ഫാൻ ഉണ്ടാക്കി ആ സെൻസേഴ്സിന്റെ മുകളിൽ ഘടിപ്പിക്കുന്നു. അതിനുശേഷം അതെല്ലാം എടുത്ത് ഇനി ബാക്കിയുള്ള 2 ദൊറോത്തിയുടെ ഉള്ളിലേക്ക് ഇടുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിനു ശേഷം ജോയും ബില്ലും ഒരു ദൊറോത്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് തന്നെ ആ ചുഴലിക്കാറ്റ് കണ്ടുപിടിച്ച് അതിന്റെ ഉള്ളിലേക്ക് വെക്കാനാണ് അവരുടെ തീരുമാനം. അങ്ങനെ കുറെ പോയി ഒരിടത്ത് എത്തുമ്പോൾ ആ ചുഴലിക്കാറ്റ് അങ്ങോട്ട് വരാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ജോയും ബില്ലും വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ഡിവൈസും പൊക്കിയെടുത്ത് പുറത്തേക്ക് വെക്കുന്നു. അങ്ങനെ ആ ചുഴലിക്കാറ്റിന്റെ അടുത്തേക്ക് ആ ഡിവൈസ് വെച്ചതിന് ശേഷം അവർ വേഗം അവരുടെ വണ്ടി പുറകിലേക്ക് എടുക്കാൻ തുടങ്ങി. ഈ സമയം ആ ചുഴലിക്കാറ്റ് ആ ഡിവൈസിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അവർ പ്രതീക്ഷിച്ച പോലെ ആ കാറ്റ് അതിനെ എടുത്തോണ്ട് പോകുന്നില്ല. പെട്ടെന്ന് ആ ചുഴലിക്കാറ്റിൽപ്പെട്ട് ഒരു മരം വന്ന് ആ ഡിവൈസിനെ ഇടിച്ച് തെറിപ്പിച്ച് കളയുന്നു. അതൊക്കെ കണ്ട് ആകെ നിരാശയിൽ നിൽക്കാണ് അവർ രണ്ടുപേരും. ഇനി അവരുടെ കയ്യിൽ ആകെ ഒരൊറ്റ ദൊറോത്തിയും കൂടെ ബാക്കിയുള്ളൂ. പെട്ടെന്ന് ആ മരം വളരെ വേഗത്തിൽ അവരുടെ വണ്ടിക്ക് നേരെ വരാൻ തുടങ്ങി. അത് കാണുന്ന അവർ വേഗം വണ്ടിയെടുക്കാൻ ശ്രമിക്കുമെങ്കിലും അവരെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. അപ്പോഴേക്കും ആ മരം അവരുടെ വണ്ടിയുടെ ടയറിന്റെ ഇടയ്ക്ക് ഉടക്കി കഴിഞ്ഞിരുന്നു. അവരെത്ര ശ്രമിച്ചിട്ടും ആ വണ്ടി പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ ചുഴലിക്കാറ്റിൽപ്പെട്ട് ഒരു ടാങ്കർ ലോറി അവർക്ക് നേരെ വരാൻ തുടങ്ങി. പക്ഷെ അവർ വിചാരിച്ച പോലെ അവരുടെ വണ്ടിയുടെ മുകളിലേക്കല്ല അത് വന്ന് വീഴുന്നത്. അത് ജസ്റ്റ് അവരുടെ വണ്ടി ഒന്ന് തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവർ ആ മരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ അവർ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വണ്ടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ടാങ്കർ ലോറി നേരെ അവരുടെ മുന്നിൽ വന്ന് വീണ് പൊട്ടിത്തെറിക്കുന്നത്. ആ തീക്കുള്ളിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് അവർ ആ തീയും മറികടന്ന് പുറത്തേക്ക് വരുന്നു. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ സമയം തന്നെ ജോനാസും കൂട്ടരും ആ ചുഴലിക്കാറ്റിന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന ജോ വേഗം തന്നെ വയർലെസ്സിലൂടെ അവനോട് സംസാരിക്കാൻ തുടങ്ങി. അതിനടുത്തേക്ക് പോകരുത്, നീ വിചാരിച്ച പോലത്തെ ഒരു ചുഴലിക്കാറ്റല്ല, അത് അപകടമാണെന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജോനാസ് ആണെങ്കിൽ അവൾ പറഞ്ഞൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അയാൾ വേഗം തന്നെ ആ ചുഴലിക്കാറ്റിന്റെ അടുത്തേക്ക് തന്നെ പോകാൻ പറയുന്നു. അങ്ങനെ അതിന്റെ അടുത്ത് എത്തുമ്പോൾ പെട്ടെന്ന് ആ ചുഴലിക്കാറ്റ് അയാളുടെ വണ്ടി പൊക്കിയെടുക്കുന്നു. അതിനുശേഷം കുറെ വട്ടം കറക്കി അതിനെ താഴേക്ക് ഇടുന്നു. അതോടൊപ്പം തന്നെ ആ വണ്ടി പൂർണ്ണമായിട്ടും പൊട്ടിത്തെറിച്ചു പോകുന്നു. ജോനാസിന്റെ ആ ദാരുണമായ മരണം കണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് ജോയും ബില്ലും. പെട്ടെന്ന് അവരുടെ വണ്ടിയുടെ മുന്നിലേക്കും ഓരോരോ സാധനങ്ങൾ വന്ന് വീഴാൻ തുടങ്ങി. അതിനെല്ലാം വെട്ടിച്ചു മാറ്റിക്കൊണ്ട് വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. പെട്ടെന്നാണ് ഒരു വീട് മൊത്തമായിട്ട് അവരുടെ മുന്നിലേക്ക് വരുന്നത്. അതിൽ നിന്നും വെട്ടിച്ചു മാറ്റാൻ അവരെ കൊണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അതിന്റെ അകത്തേക്ക് കയറി പോവാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ആ വീടിന്റെ ഉൾവശമൊക്കെ പൊളിച്ച് അവർ വേഗം പുറത്തേക്ക് വരുന്നു. അങ്ങനെ കുറെ മുന്നോട്ട് പോയി അവരിപ്പോൾ ചോളത്തിന്റെ ഒരു പാടത്തിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നോക്കുമ്പോൾ ആ ചുഴലിക്കാറ്റ് അവരുടെ കുറച്ച് മുന്നിലായിട്ട് നിൽക്കുന്നുണ്ട്. ബിൽ വേഗം വണ്ടി ക്രൂയിസ് കൺട്രോളിലിട്ട് ജോയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അവർ ആ ദൊറോത്തിയെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടെ ആ വണ്ടി ഇപ്പോൾ ആ ചുഴലിക്കാറ്റിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണയെങ്കിൽ അത് വർക്കാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാണ് ബില്ലും ജോയും. ഇത്തവണ അവരുടെ പ്രാർത്ഥന ഫലിച്ചു. ആ ചുഴലിക്കാറ്റിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ അവൾ ആ ഫാൻ ഘടിപ്പിച്ചുകൊണ്ട് തന്നെ അതിന്റെ ആ സെൻസേഴ്സ് ഒക്കെ മുകളിലേക്ക് പറന്നു പൊങ്ങാൻ തുടങ്ങി. അങ്ങനെ ആ സെൻസേഴ്സ് എല്ലാം കൂട്ടത്തോടെ ആ ചുഴലിക്കാറ്റിന്റെ റീഡിംഗ് എടുത്തോണ്ടിരിക്കുകയാണ്. അത് വളരെ കറക്റ്റ് ആയിട്ട് തന്നെ അവരുടെ ടീമിന്റെ കമ്പ്യൂട്ടറിൽ കിട്ടുന്നുണ്ട്. അത് കണ്ട് ആകെ സന്തോഷിച്ച് നിൽക്കാണ് ബില്ലും ജോയും. പെട്ടെന്ന് ആ ചുഴലിക്കാറ്റ് അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അത് കാണുന്ന അവർ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ചുഴലിക്കാറ്റാണെങ്കിൽ വീഴാതെ അവരുടെ പുറകെ തന്നെ വരുന്നുണ്ട്. അവർ നേരെ ചെല്ലുന്നത് ഒരു ഫാമിലേക്കാണ്. ആ ചുഴലിക്കാറ്റാണെങ്കിൽ അവിടെയുള്ള സകല സാധനങ്ങളും നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ഓടി അവർ അതിനകത്തുള്ള ഒരു ഷെൽട്ടറിലേക്ക് കയറുന്നു.
അവർ നോക്കുമ്പോൾ നല്ല ശക്തമായിട്ടുള്ള ഒരു ഇരുമ്പ് പൈപ്പ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ വേഗം ഓടിച്ചെന്ന് ആ ഇരുമ്പ് പൈപ്പിൽ മുറുകെ പിടിക്കുന്നു. മാത്രമല്ല ഒരു ബെൽറ്റ് വെച്ച് അവർ സ്വയം കെട്ടിവെക്കുന്നുമുണ്ട്. അങ്ങനെ അതിൽ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ ആ ചുഴലിക്കാറ്റ് അവർക്ക് നേരെ വീശാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ അത് പൂർണ്ണമായിട്ടും ആ ഷെൽട്ടർ എല്ലാം നശിപ്പിച്ചു കളയുന്നു. ഇപ്പോൾ അവർ നിൽക്കുന്ന പൈപ്പിന് ചുറ്റുമാണ് അത് വീശിക്കൊണ്ടിരിക്കുന്നത്. ആ പൈപ്പിനെ പിഴുതു കളയാനുള്ള ശക്തി ആ കാറ്റിനില്ലായിരുന്നു. അതിങ്ങനെ വളരെ ശക്തമായി അവർക്ക് ചുറ്റും വീശിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് ഒരു ചുഴലിക്കാറ്റിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് ജോ ആദ്യമായിട്ട് കാണുന്നത്. വളരെ അത്ഭുതത്തോടെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ. അങ്ങനെ കുറച്ചു സമയം വീശിയതിനു ശേഷം ആ ചുഴലിക്കാറ്റ് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നു. അത് കണ്ട് ആകെ സമാധാനത്തിലിരിക്കുകയാണ് അവർ രണ്ടുപേരും. അങ്ങനെ ചുഴലിക്കാറ്റെല്ലാം പോയി അവിടെ ഇപ്പോൾ മൊത്തം ശാന്തമായിട്ടിരിക്കുകയാണ്. ഈ സമയം ആവുമ്പോഴേക്കും അവളുടെ ടീമിലുള്ള മുഴുവൻ ആളുകൾ അങ്ങോട്ട് വരുന്നു. അവരുടെ ദൊറോത്തി എന്ന് പറയുന്ന ഡിവൈസ് സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഈ സമയം ജോ വേഗം തന്നെ ബില്ലിനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോൾ അവരുടെ ആ പഴയ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു പടം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒരു 250 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.